ഇറാഖിലെ ഊർ എന്ന പട്ടണത്തിലെ നല്ലൊരു ശില്പിയായിരുന്നു ആസർ. പ്രതിമ നിർമ്മാണമായിരുന്നു അദ്ദേഹത്തിന്റെ തൊഴിൽ. മരത്തിനെയും കല്ലിനെയും കൊണ്ടുണ്ടാക്കിയ പ്രതിമകൾ അങ്ങാടിയിൽ പോയി വിൽക്കും. ഇതായിരുന്നു ആസറിന്റെ ജീവിതമാർഗം. ഒരിക്കൽ ആസർ തന്റെ മകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും അങ്ങാടിയിലേക്ക് ഒപ്പം കൂട്ടി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മനസ്സോടെ ആസറിനൊപ്പം പ്രതിമ വിൽക്കാനായി പോയി. ആസറിന്റെ പ്രതിമകൾ വാങ്ങിക്കാൻ ജനങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആസറും ആളുകളും ഇല്ലാത്ത സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചില പ്രതിമകളെ കയറിൽ കെട്ടി സമീപത്തുള്ള ചെടിക്കൊണ്ടിൽ താഴ്ത്തിയിട്ട് പറഞ്ഞു, "നോടൂ, നിങ്ങൾക്ക് ഈ ഉപകാരമോ ഉപദ്രവമോ ഇല്ലാത്ത പ്രതിമകളെ നിങ്ങൾ വാങ്ങിക്കൂ." ഇത് കണ്ട് ജനങ്ങൾ ആസറിനോട് പരാതി പറഞ്ഞു. ആസർ ഇത് കേട്ട് കുപിതനായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവിനോട് പറഞ്ഞു, "പിതാവേ, നിങ്ങൾ ഈ ഉപകാരമോ ഉപദ്രവമോ ഇല്ലാത്ത പ്രതിമകളെ ആരാധിക്കുന്നതിനേക്കാൾ നല്ലത് ഏകനായ അല്ലാഹുവിനെ ആരാധിക്കുന്നതല്ലേ?" ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു. ആസർ മറുപടി നൽകി, "നീ നിന്റെ ദൈവത്തിൽ നോക്കിയാൽ മതി. ഞങ്ങളെ ദൈവത്തിൽ നീ ഇടപെടേണ്ട. നീ ഇതിൽ നിന്ന് മാറി നിൽക്കണം." ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെറുപ്രായത്തിൽ തന്നെ പ്രതിമകളുടെ കളി കൊണ്ട് ആസറിനെ ആദ്യം പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവിന് മുമ്പ് തോറ്റെങ്കിലും അവൻ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏകനായ അല്ലാഹുവിനെ പറ്റി ജനങ്ങൾക്ക് എന്താണ് പറയണമെന്ന് തലമുറനാരാധിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് മാസത്തിൽ ഒരുപാട് അമലുകൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ശരിക്കിലേക്ക് വഴിതെറ്റി പോയിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ വാക്കുകൾ സമ്മതിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.